ഏപ്രിൽ മാസത്തെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നതിന് മുന്നോടിയായി അമേരിക്കൻ മാർക്കറ്റ് കോഷ്യസ് ക്ലോസിംഗ് നൽകി. ബുധനാഴ്ചയാണ് അമേരിക്കയുടെ ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തുവരിക. S&P 0.10%, നാസ്ഡാക്ക് 0.17%, ഡോ ജോൺസ് 0.01% ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നൽകിയത്. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.96% ഇടിഞ്ഞ് $82.5 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയത് ഇന്ത്യൻ മാർക്കറ്റിൽ അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് വോളറ്റൈൽ ആയിരുന്നെങ്കിലും ഇൻഡെക്സ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.5% ഉയർന്ന് 22,217 ക്ലോസിംഗ് നൽകുകയും സെൻസെക്സ് 0.45% ഉയരുകയും ചെയ്തു. പവർ ഫിനാൻസ് കോർപ്പ്, മാൻകൈൻ ഫാർമ, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ഡിക്സൺ ടെക്നോളജി, ഹണിവെൽ ഓട്ടോമേഷൻ, LIC ഹൗസിംഗ് ഫിനാൻസ്, ജ്യോതി ലാബ്സ്, NCC, ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി, ടിറ്റാഗാർ റെയിൽ സിസ്റ്റം, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, ഗ്രാന്യൂൾസ് ഇന്ത്യ, CMS ഇൻഫോസിസ്റ്റം, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പാരദീപ് ഫോസ്ഫേറ്റ്, പ്രിക്കോൾ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്ന ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഭാരതി എയർടെൽ. ഭാരതി എയർടെലിൻ്റെ നെറ്റ് പ്രോഫിറ്റിലും നെറ്റ് റവന്യൂവിലും ഇടിയുകയും മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്യുകയും ചെയ്തു. 3,274 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 2,068 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഭാരതി എയർടെൽ നേടിയിരിക്കുന്നത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 28% ഇടിഞ്ഞ് 2,876 നിന്നും 2,068 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റവന്യൂ 0.8% ഇടിഞ്ഞ് 37,899 കോടിയിൽ നിന്നും 37,599 കോടിയിലേക്ക് എത്തി. എബിറ്റ 2.3% ഇടിഞ്ഞ് 19,815 നിന്നും 19,365 എത്തി. എബിറ്റ മാർജിൻ 52.3% നിന്നും 51.5% ഇടിഞ്ഞു. ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തെങ്കിലും ഇയർ ഓൺ ഇയറിൽ പെർഫോമൻസ് മോശമായെങ്കിലും കമ്പനി 8 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സീമെൻസ് മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് കാഴ്ചവെച്ചത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 70% ഉയർന്ന് 472 കോടിയിൽ നിന്നും 803 കോടിയിലേക്ക് എത്തി. 548 കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. കമ്പനിയുടെ റവന്യൂ 18.4% വർദ്ധിച്ച് 4,858 കോടിയിൽ നിന്നും 5,750 കോടിയിലേക്ക് എത്തി. 5,566 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. സീമെൻസിൻ്റെ എബിറ്റ 41% വർദ്ധിച്ച് 621 കോടിയിൽ നിന്നും 878 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 12.8% നിന്നും 15.3% ഉയരുകയും ചെയ്തു. ശ്രീ സിമൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 6.5% വർദ്ധിച്ച് 5,100 കോടിയിൽ നിന്നും 5,433 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 28% വർദ്ധിച്ച് 525 കോടിയിൽ നിന്നും 676 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 17.4% നിന്നും 26.2% എത്തി. എബിറ്റ 59% ഉയർന്ന് 889 കോടിയിൽ നിന്നും 1,422 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ശ്രീ സിമൻറ്റ് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചു. FMCG സെക്ടറിൽ മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് കോൾഗേറ്റ് പാമോലീവ് ഇന്ത്യ ലിമിറ്റഡ്. കോൾഗേറ്റ് പാമോലീവിൻ്റെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 20% വർദ്ധിക്കുകയും റവന്യൂ 10% ഉയരുകയും ചെയ്തു. 360 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 380 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി നേടിയത്. പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 316 കോടിയിൽ നിന്നും 380 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ എബിറ്റ 1,342 കോടിയിൽ നിന്നും 1,481 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ റവന്യൂ 1,342 കോടിയിൽ നിന്നും 1,481 കോടിയിലേക്ക് ഉയർന്നു. 1,468 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ഇതോടൊപ്പം തന്നെ എബിറ്റ 18% ഉയരുകയും എബിറ്റ മാർജിൻ 33% നിന്നും 35.3% മെച്ചപ്പെടുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി സെക്കൻഡ് ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഇൻട്രിം ഡിവിഡൻഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒബിറോയ് റിയാലിറ്റിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 64% ഉയർന്ന് 480 കോടിയിൽ നിന്നും 788 കോടിയിലേക്ക് ഉയർന്നു. 461 കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. കമ്പനിയുടെ റവന്യൂ 36% വർദ്ധിച്ച് 961 കോടിയിൽ നിന്നും 1,315 കോടിയിലേക്ക് എത്തി. എബിറ്റ 369 കോടിയിൽ നിന്നും 789 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 38% നിന്നും 60% മെച്ചപ്പെടുകയും ചെയ്തു.
പതഞ്ജലി ഫുഡ്സ് മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 22% ഇടിഞ്ഞ് 264 കോടിയിൽ നിന്നും 206 കോടിയിലേക്കെത്തി. റവന്യൂ 4% വർദ്ധിച്ച് 7,873 നിന്നും 8,222 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എബിറ്റ 14% വർദ്ധിച്ച് 326 കോടിയിൽ നിന്നും 371 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 4.1% നിന്നും 4.5% ഇംപ്രൂവ് ആവുകയും ചെയ്തു. കെമിക്കൽ സെക്ടറിലെ എമർജിംഗ് കെമിക്കൽ കമ്പനിയായ ആർക്കിൻ കെമിക്കൽസും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു. നെറ്റ് പ്രോഫിറ്റ് 88% ഇടിഞ്ഞ് 137 കോടിയിൽ നിന്നും 58 കോടിയിലേക്ക് ചുരുങ്ങി. മാർക്കറ്റ് 84 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് ആർക്കിൻ കെമിക്കൽസിൽ നിന്നും പ്രതീക്ഷിച്ചത്. എബിറ്റ മാർജിൻ 50.8% നിന്നും 30.7% ഇടിയുകയും എബിറ്റ 55% ഇടിഞ്ഞ് 194 കോടിയിൽ നിന്നും 87 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റവന്യൂ 25% ഇടിഞ്ഞിട്ടുണ്ട്. 382 കോടിയിൽ നിന്നും റവന്യൂ 284 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഓറിയൻ പ്രോ സൊല്യൂഷൻസ് എന്ന സ്റ്റോക്ക്. ഓറിയൻ പ്രോ സൊല്യൂഷൻ എന്ന കമ്പനി 1:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ എന്ന സ്റ്റോക്കിനെയും ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ എന്ന റിയാലിറ്റി സെക്ടറിലെ ഒരു സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്. ഈ റിയാലിറ്റി സെക്ഷനിലെ കമ്പനി അതിൻ്റെ കൊമേഴ്ഷ്യൽ പ്ലാന്റ് 40 മുതൽ 60 ദിവസത്തേക്ക് അടച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നെഗറ്റീവ് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസിൻ്റെ IPO ഇന്ന് ആരംഭിക്കുകയാണ്. 2,614 കോടി രൂപയുടെ IPOയിൽ ലോവർ പ്രൈസ് ബാൻഡ് 258 അപ്പർ പ്രൈസ് ബാൻഡ് 272. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.